നമസ്കാരം. ധാനിക് സ്പേസ് ടിപ്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് വേണ്ടി 27/10/2018 എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെ പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ആൻസർ ദീനബന്ധു മിത്ര. നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീലദർപ്പൺ ദീനബന്ധു മിത്ര. അടുത്തത്, റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏതാണ്? റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏതാണ്? ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 2012 നവംബർ 1. അടുത്തത്, 1907 സെപ്റ്റംബർ 27 ലയൽപൂർ ജില്ലയിലെ ബംഗ, ഇപ്പോൾ പാകിസ്ഥാനിൽ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആരാണ്? ആൻസർ ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ആൻസർ. ബംഗ എന്ന സ്ഥലത്ത് ഭഗത് സിംഗ് ജനിച്ചു. സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത എന്താണ്? ജൂൺ 21 പ്രത്യേകത എന്താണ്? സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസമാണ്. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഇന്ദിരാഗാന്ധി. രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശം നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ്? ആൻസർ CV രാമൻ. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് CV രാമന്റെ ജന്മദിനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം 2005 വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്രയാണ്? ആൻസർ 10 രൂപ. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് ഇരിക്കുന്നത്? ആൻസർ കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം. കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം. അടുത്തത്, താഴെ പറയുന്നവയിൽ നഗരദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ഏതാണ്? നഗരദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ഏതാണ്? ആൻസർ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന SJSRY ആണ് നഗരദാരിദ്ര്യ ലഘൂകരണ പദ്ധതി. നഗരദാരിദ്ര്യ ലഘൂകരണ പദ്ധതി. അടുത്തത്, ചിൽഡ്രൻസ് ഹോമുകൾ, ബാലമന്ദിരങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വിടുതൽ ലഭിക്കാൻ കുട്ടികളുടെ പുനരധിവാസവും പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ആഫ്റ്റർ കെയർ ഹോം. ചിൽഡ്രൻസ് ഹോമുകൾ, ബാലമന്ദിരങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ കുട്ടികളുടെ പുനരധിവാസവും പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ വന്നതാണ് ആഫ്റ്റർ കെയർ ഹോം. അടുത്തത്, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ മലപ്പുറം ജില്ല. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരന്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? നോവലിലാണ് പെടുക. തച്ചൻകുന്ന് സ്വരൂപം നോവലാണ്. തച്ചൻകുന്ന് സ്വരൂപം നോവലിലാണ് പെടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ UN-ന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? നിലവിലെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? അന്റോണിയോ ഗുട്ടറസ്. അടുത്ത, ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്രയാണ്? ആൻസർ 5. ആകെ എണ്ണം 5. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറില്ലാത്തത് ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറില്ലാത്തത് ആര് ആയിരുന്നു? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് അല്ലാത്തത്. ഇന്ത്യൻ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ടുകളിൽ വന്ന വർഷം ഏതാണ്?
ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 2000. IT ആക്ട് വന്നത് 2000. ദേശീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ മുംബൈ. അടുത്തത് ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നു വന്ന മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നു വന്ന മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്? മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്? ആൻസർ ചെറുകിട വായ്പ നൽകലാണ്. ചെറുകിട വായ്പ നൽകലാണ് മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം. അടുത്തത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആൻസർ ഭാഗം 3. മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3 ആണ് ആൻസർ. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം. അടുത്തത് ഡൽഹി സുൽത്താനേറ്റ് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ അലാവുദ്ദീൻ ഖിൽജി. കമ്പോള പരിഷ്കരണം അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ് വൺ, മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ ചിത്രകാരൻ ആരാണ്? രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായിട്ടും പകർത്തിയ ചിത്രത്തിലാക്കിയ ചിത്രകാരൻ ആരാണ്? ആൻസർ ദസ്വന്ത്. രാസ്നാമ ദസ്വന്ത്. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ആരാണ്? സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ആരാണ്? ശാർങ്ങദേവൻ. സംഗീത രത്നാകരം ശാർങ്ങദേവൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കരതിർത്തി പങ്കിടാത്ത രാജ്യം? ശ്രീലങ്ക. കര അതിർത്തി പങ്കിടാത്ത രാജ്യം ശ്രീലങ്ക അല്ലെ? ശ്രീലങ്ക. നെക്സ്റ്റ് വൺ, കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ്? 1924 വർഷം. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ താഴെ പറയുന്നതിൽ ഏതാണ്? ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. ഈ പറയുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക എന്നാണ് ഏറ്റവും ഫലപ്രദമായ രക്ഷ. അടുത്തത് നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? സിക്കിം ടിബറ്റ് ആണ് നാഥുല ചുരം. സിക്കിം ടിബറ്റ് നാഥുല ചുരം. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ പെടാത്തത് ഏതാണ്? ആൻസർ കൽക്കരി. അടുത്ത ക്വസ്റ്റ്യൻ, അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ദേശീയ ജലപാത 1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഗംഗാ നദിയിൽ. ദേശീയ ജലപാത 1 ഗംഗാ നദിയിൽ. അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം ഏതാണ്? ആൻസർ വിശാഖപട്ടണം. കിഴക്കൻ തീരത്തെ തുറമുഖമാണ് വിശാഖപട്ടണം. അലോഹ ധാതുവിന് ഉദാഹരണം ഏതാണ്? ഇവിടെ പെട്രോളിയം. അലോഹ ധാതുവാണ് പെട്രോളിയം. നെക്സ്റ്റ് വൺ, പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ആൻസർ ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്രനിയമം ലിട്ടൺ പ്രഭു. അടുത്തത്, മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ്. ബാലഗംഗാധര തിലകൻ. നെക്സ്റ്റ് വൺ, 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ആൻസർ ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്നത് മാത്രം.
നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊത്തം കൃഷിയുടെ 75% കൃഷി ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഭക്ഷ്യവിള. ഇതാണ് ഭക്ഷ്യവിളയാണ്. ഭക്ഷ്യവിള. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ചെന്നൈ. നെക്സ്റ്റ് വൺ, ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആൻസർ സിട്രിക് ആസിഡ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാക്ടീരിയ. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസ്. അഴയ സമാജ് എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ പണ്ഡിറ്റ് KP കറുപ്പൻ. അഴയ സമാജം. അടുത്തത്, ഗാന്ധിയൻ മാർഗ സമരങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ് സെക്രട്ടറി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. വേണ്ട എന്നെല്ലാം പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഫോക്ലോർ ആസ്ഥാനം കണ്ണൂർ. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. നെക്സ്റ്റ് വൺ, 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആരാണ്? ആൻസർ KJ യേശുദാസ്. ഓർത്തിരിക്കുക. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 2. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. 1917 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? സൗജന്യം വിദ്യാഭ്യാസം. ആ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായ്. സൗജന്യ വിദ്യാഭ്യാസം റാണി ഗൗരി പാർവതിഭായ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? MN റോയ് ആണ്. ജനകീയ പദ്ധതി MN റോയ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. എന്തിന്റെ? ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ. കുടുംബശ്രീ, ജൈവകൃഷി, മഞ്ജു വാര്യർ. അടുത്തത്, തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം ഏതാണ്? വരയാട്. തമിഴ്നാട് വരയാട്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ICDS. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപേൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഭൂപേൻ ഹസാരിക പാലം ആസാം, അരുണാചൽ പ്രദേശ്. ഭൂപേൻ ഹസാരിക പാലം. അടുത്തത്, they have been living here dash 1985. ആൻസർ since. They have been living here since 1985 dash. If I were a millionaire, I would buy a car. The meaning of the phrasal verb put off is equal to എന്താണ്? Put off എന്ന് പറഞ്ഞാൽ എന്താണ്?
പോസ്റ്റ്പോൺ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ. പുട്ട് ഓഫിൻ്റെത് മീനിങ് പോസ്റ്റ്പോൺഡ്. ഡാഷ് വാട്ടർ ഇൻ ദ വെൽ ഈസ് യൂണിറ്റ് ഓഫ് ഡ്രിങ്കിങ്. ഡാഷ് വാട്ടർ ഇൻ ദ, അവിടെ ആണോ എ ആണോ ദ ആണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആൻസർ ദ വാട്ടർ ഈസ് എന്നാണ് വരിക. ദ വാട്ടർ ഈസ് ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. പ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലോ. സൺ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം എന്താണ്? സൺ ഇൻ ലോ പ്ലൂറൽ ഫോം. ആൻസർ സൺസ് ഇൻ ലോ. സൺസ് ഇൻ ലോ. സൺ ഇൻ ലോ പ്ലൂറൽ സൺസ് ഇൻ ലോ. ഓഫ് മൈ 2 daughters ഷീല ഈസ് ദി ഡാഷ്. ഓഫ് മൈ 2 daughters ഷീല ഈസ് ദി എൽഡർ. ഷീല ഈസ് ദ എൽഡർ. ഷീല ഈസ് ദ എൽഡർ. ഓഫ് മൈ 2 daughters ഷീല ഈസ് ദ എൽഡർ. അടുത്തത് നിക് സെഡ് ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ. ദ സെന്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ എന്ന സെന്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ആക്കുക. നിക് സെഡ് ദാറ്റ് എ ആണ്. ഹി വുഡ് start the next day. Nick said that he would start the next day. I will start എന്നുള്ളത് he would start. Tomorrow എന്നുള്ളത് next day ആയിട്ട് മാറി. The train dashed by the time Suma reached the station. The train dashed by the time Suma reached the station. Had left. The train had left by the time Suma reached the station. Sam is too tired dash walk. Sam is too tired to walk. Sam is too tired to walk. അടുത്തത് drinking and driving do not go together dash. ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? Drinking and driving do not go together. ആൻസർ do they. Do not വന്നത് അല്ലേ? ആൻസർ do they. Next one. This is the spot dash the accident took place. This is the spot dash the accident took place. Where the accident took place. Spot എവിടെ എന്നുള്ളത്. Where the accident took place. Neither of them dash given the correct answer. Neither of them dash given the correct answer. Answer has given the correct answer. The gerund form of run is. The gerund form of run is running. ing form ചേർക്കുക. Correctly spelt word is. Correctly spelt ആയ വേർഡ് ഏതാണ്? സി ആണ്. സൂപ്പറിൻറ്റൻഡ് എന്നുള്ളത് സി ആണ്. കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ദ പാസീവ് ഫോം ഓഫ് ഷട്ട് ദ വിൻഡോ ഈസ്. പാസീവ് ഫോം എഴുതുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് ഫോമിലേക്ക് മാറ്റി എഴുതാൻ. ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. ഓർഡർ ആണ് അല്ലേ? ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. ഷട്ട് ദ വിൻഡോ. ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. അതാണ് അതിന്റെ പാസീവ് ഫോം. ദ പോലീസ് ഡാഷ് വിജിലന്റ്. The police dash vigilant. The police are vigilant. The police are vigilant. The police are vigilant. Next one. What does the idiom chip of the old block? Chip of the old block mean? Chip of the old block എന്താണ് മീൻ ചെയ്യുന്നത്? ആൻസർ just like his father. Chip of the old brick means just like his father. Next one. My grandmother likes to stay dash the town. Answer in the town. Answer in the town. Like to stay in the town. Next one. The former part of the film is more interesting than the later. Next one. She lives a dash life there. She lives a dash life there. Answer C. Lonely. 3/4 ഡേയ്സ് സംഖ്യക്ക് കൂട്ടിയാൽ 13/8 കിട്ടും. ആൻസർ സി. ഓപ്ഷൻ സി ആണ്. 82ന്റെ ആൻസർ ബി ആണ് വരുന്നത്. 83ന്റെ ആൻസർ വരുന്നത് സി. വൃത്തത്തിന്റെ ഡിഗ്രി അളവിന്റെ 1/6 ഭാഗം എത്രയാണ്? ആൻസർ 60. ഒരാൾ വാർക്കപ്പണിക്ക് 10 ചട്ടി മണലിന്റെ കൂടെ 3 ചട്ടി മണൽ ചേർത്തു. മണലും തമ്മിലുള്ള അംശബന്ധം എന്താണ്? ആൻസർ എ. 86ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് കാണാൻ വേണ്ടി എഴുതുന്നുള്ളതേ ഉള്ളൂ. മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം. മാത്സിന് മറ്റ് ക്ലാസ്സുകൾ കാണുന്നത് ഉത്തമമായിരിക്കും എന്ന് ഞാൻ പറയുകയാണ്. ഡി.
കണക്കിൻ്റെ സ്പെഷ്യലൈസേഷനുള്ള ക്ലാസ്സുകൾ തന്നെ കണ്ടാൽ വളരെ ഉപകാരം കിട്ടും നമുക്ക്. 89ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. കണക്ക് നമുക്ക് ഒരിക്കലും കാണാതെ പഠിക്കാൻ പറ്റിയ കാര്യമല്ല. നമ്മളത് കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം. ഡിഗ്രി സ്കോളറൊക്കെ ഉള്ളവർ തന്നെ കണക്ക് മെയിൻ എടുത്ത് പഠിച്ച ആൾക്കാർ തന്നെ കണക്ക് പഠിക്കണം. ഷോർട്ട് കട്ടും ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് 94ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രയോജനം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കണക്ക് അറിയാവുന്നവർ ചെയ്ത് കിട്ടുമ്പോൾ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഞാനും ചെയ്യാറുണ്ട് ഇത്. എൻ്റെ മെയിൻ സബ്ജക്റ്റ് സുവോളജി ആണ്. അതാണ് വിഷയം. 99 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 100 ബി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ഓഫ് യു.